നിങ്ങൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ട് കൂടി സ്വർഗം വാങ്ങാൻ പറ്റില്ലേ? എന്ത് കഷ്ടമാണത് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എവിടേക്കാണ് മടങ്ങുന്നത്? നമ്മൾക്കിങ്ങനെ ശൈശവമാകും അല്ലേ, പിന്നീട് ബാല്യമാവും, പിന്നീട് നിങ്ങൾക്ക് കൗമാരത്തിലേക്ക് നിങ്ങൾ വളരും, പിന്നെ നിങ്ങൾ യൗവനത്തിലേക്ക് വളരും, പിന്നെ നിങ്ങൾ മധ്യവയസ്കതയിലേക്ക് വളരും, പിന്നെ നിങ്ങൾക്ക് വാർദ്ധക്യത്തിലേക്ക് വളരും, പിന്നെ നിങ്ങൾ മുകളിലേക്ക് വളരുകയല്ല ചെയ്യുക, താഴേക്ക് നിങ്ങൾ വളയുകയാണ് ചെയ്യുക. എവിടേക്ക്? നിങ്ങൾ ശൈശവത്തിലേക്ക് വളയും. എല്ലാ മനുഷ്യനും പിന്നെ മുകളിലേക്ക് വളരുകയല്ല ചെയ്യുക, താഴേക്കാണ് എന്ത് ചെയ്യുക? വളയുക. അപ്പോൾ നിങ്ങൾ ശൈശവത്തിൽ മൂത്രമൊഴിച്ചതുപോലെ ബെഡിൽ മൂത്രമൊഴിച്ചതുപോലെ ബെഡിൽ മൂത്രമൊഴിക്കും. നിങ്ങൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചതുപോലെ ചിരിക്കാൻ തുടങ്ങും. നിങ്ങൾ മനസ്സെത്തുന്നിടത്ത് നിങ്ങളുടെ കയ്യും കാലും എത്തൂല, നിങ്ങളിങ്ങനെ വേച്ച് പോകും അല്ലെ. വെൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സിൽ നടന്ന മനുഷ്യന് പോലും നടക്കുമ്പോൾ ഇങ്ങനെ കാലുറച്ചൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശൈശവത്തിലേക്ക് പിന്നെ മടക്കപ്പെടും. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ കൊണ്ട് നിങ്ങൾ അവരെന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ചിറകില്ലാത്തവരാണല്ലോ മനുഷ്യനെ. എന്തിനാ നമ്മൾ കാരുണ്യത്തിന്റെ ചിറക് എന്ന് കാവ്യാത്മകമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നിങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട് എന്നതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങളുടെ സമയവും സാമീപ്യവും വർത്തമാനവും ചേർത്തുപിടിക്കലുകളും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവർ മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം.